കൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ. നമസ്കാരം. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ പഴയ സ്വർണത്തിന് ഏറ്റവും ഉയർന്ന മൂല്യം. സ്വപ്നങ്ങൾ തിരിച്ചുപിടിക്കാൻ TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, MG റോഡ്, തൃശൂർ, നിയർ ബസ് സ്റ്റാൻഡ്, തൃപ്രയാർ. ദേശീയപാത പുതുക്കാട് ജംഗ്ഷനിൽ മേൽപ്പാലം നിർമ്മാണം ആരംഭിച്ചു. സർവീസ് റോഡിനുള്ള ഭൂമി നിരപ്പാക്കുന്ന പ്രവർത്തനങ്ങളാണ് തുടങ്ങിയത്. കൊടുങ്ങല്ലൂർ കോട്ടപ്പുറം കോട്ടയിൽ വിൽപ്പനയ്ക്ക് കൊണ്ടുവന്ന പഴകിയ ഇറച്ചി പിടികൂടി. ആരോഗ്യ വിഭാഗം നടത്തിയ പരിശോധനയിൽ പുഴുവരിച്ച് 10 കിലോയോളം ഇറച്ചി പിടിച്ചെടുത്തു. കയ്പമംഗലം ചെളിങ്ങാട് ഈസ്റ്റ് ടിപ്പു സുൽത്താൻ റോഡിലെ യാത്രാ ദുരിതത്തിനെതിരെ നാട്ടുകാരുടെ വേറിട്ട പ്രതിഷേധം. റോഡിലെ വെള്ളക്കെട്ടിൽ കുളിച്ചും വഞ്ചിയിറക്കിയുമായിരുന്നു യുവാക്കളുടെ വേറിട്ട പ്രതിഷേധം. വാഴാനി ഡാമിലെ ഹരിജൻ ഗിരിജൻ റിസർവയർ ഫിഷറീസ് സഹകരണ സംഘത്തിന്റെ ബോട്ട് തകർത്ത നിലയിൽ കണ്ടെത്തി. പോലീസ് അന്വേഷണം ആരംഭിച്ചു. വിശദാംശങ്ങളിലേക്ക്. ദേശീയപാത പുതുക്കാട് ജംഗ്ഷനിൽ മേൽപ്പാലം നിർമ്മാണം ആരംഭിച്ചു. സർവീസ് റോഡിനുള്ള ഭൂമി നിരപ്പാക്കുന്ന പ്രവർത്തനങ്ങളാണ് തുടങ്ങിയത്. ആമ്പല്ലൂരിലെ അടിപ്പാത ഏകദേശം പൂർത്തിയാവുകയും പൂർണ്ണമായും ഗതാഗതത്തിന് തുറക്കാവുന്ന നിലയിലാവുകയും ചെയ്തതോടെയാണ് അടുത്ത ജംഗ്ഷനായ പുതുക്കാട് മേൽപ്പാലം പണി ആരംഭിച്ചത്. 8 സ്പാനുകളിലായി 5.5 മീറ്റർ ഉയരത്തിലുള്ള മേൽപ്പാലമാണ് പുതുക്കാട് വരുന്നത്. KSRTC സ്റ്റാൻഡിന്റെ വടക്കുവശം മുതൽ കുർമാലി ക്ഷേത്രം വരെ 1.450 കിലോമീറ്റർ നീളത്തിലാണ് പാലം. പുതുക്കാട് ജംഗ്ഷനിൽ മേൽപ്പാലം യാഥാർത്ഥ്യമാകുന്നതോടെ ദേശീയപാതയിലെ ഗതാഗത കുരുക്കിനും വാഹനാപകടങ്ങൾക്കും ശാശ്വത പരിഹാരമാകുമെന്ന് KK രാമചന്ദ്രൻ MLA പറഞ്ഞു. പലപ്പോഴായി ഉണ്ടായ അപകടങ്ങളിൽ 50 പേർ മരിക്കുകയും 1000-ഓളം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്ത പുതുക്കാട് ജംഗ്ഷൻ ദേശീയപാത അതോറിറ്റി ബ്ലാക്ക് സ്പോട്ടായി പ്രഖ്യാപിച്ചിരുന്നു. പോലീസ് റിപ്പോർട്ടിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് പാലേക്കര മാതൃകയിൽ 8 തൂണുകളുള്ള മേൽപ്പാലം ദേശീയപാത അതോറിറ്റി അംഗീകരിച്ചത്. പുതുക്കാട് മേൽപ്പാലം ആവശ്യപ്പെട്ട് KK രാമചന്ദ്രൻ MLA, മുൻ MP TN പ്രതാപൻ എന്നിവരുടെ നേതൃത്വത്തിൽ ജനപ്രതിനിധികളുടെയും ഉദ്യോഗസ്ഥരുടെയും നേതൃത്വത്തിൽ യോഗങ്ങൾ ചേരുകയും അടിയന്തരമായി പാലം പണി ആരംഭിക്കുന്നതിനായി MLA നിയമസഭയിൽ സബ്മിഷൻ ഉന്നയിക്കുകയും ചെയ്തിരുന്നു. തുടർച്ചയായി ഉണ്ടായ അപകടങ്ങളെ തുടർന്ന് പുതുക്കാട് മേൽപ്പാലം ജനകീയ സമിതി 100 ദിവസം സത്യാഗ്രഹവും നടത്തിയിരുന്നു. TCB ന്യൂസ്, പുതുക്കാട്. കൊടുങ്ങല്ലൂർ കോട്ടപ്പുറം കോട്ടയിൽ വിൽപ്പനയ്ക്കായി കൊണ്ടുവന്ന പഴകിയ ഇറച്ചി പിടികൂടി. നാട്ടുകാരുടെ പരാതിയെ തുടർന്ന് നഗരസഭ ആരോഗ്യ വിഭാഗം നടത്തിയ പരിശോധനയിലാണ് പുഴുവരിച്ച നിലയിൽ 10 കിലോയോളം ബീഫ് പിടിച്ചെടുത്തത്. മൂത്തുകുന്നം സ്വദേശി വിൻസന്റെ ഉടമസ്ഥതയിലുള്ളതാണ് സ്ഥാപനം. പിടികൂടിയ ഇറച്ചി ആരോഗ്യ വിഭാഗം നശിപ്പിച്ചു. സ്ഥാപനത്തിന്റെ പ്രവർത്തനം നിർത്തിവെക്കുവാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ മഹേഷിന്റെ നേതൃത്വത്തിലാണ് പരിശോധന നടത്തിയത്. റോഡിലെ വെള്ളക്കെട്ടിൽ കുളിച്ചും വഞ്ചിയിറക്കിയും പോത്തിനെ കുളിപ്പിച്ച് മീൻ പിടിച്ചും യുവാക്കളുടെ വേറിട്ട പ്രതിഷേധം. കയ്പമംഗലം ചെളിങ്ങാട് ഈസ്റ്റ് ടിപ്പു സുൽത്താൻ റോഡിൽ യാത്രാ ദുരിതത്തിനെതിരെ നാട്ടുകാർ സംഘടിപ്പിച്ച സമരമാണ് ശ്രദ്ധേയമായത്. കുടിവെള്ള പൈപ്പ് ലൈൻ മാറ്റി സ്ഥാപിക്കുന്നതിനായാണ് റോഡിന്റെ ഒരു ഭാഗം പൊളിച്ചത്. കുഴിയെടുത്ത ഭാഗം പിന്നീട് മൂടിയിരുന്നു. എന്നാൽ മഴ ശക്തമായതോടെ കുഴിച്ച ഭാഗം തോടിന് സമാനമായി മാറുകയും റോഡിൽ വലിയ വെള്ളക്കെട്ട് രൂപപ്പെടുകയും ചെയ്തു. വെള്ളം ഒഴുകിപ്പോകാൻ സൗകര്യമില്ലാത്തതിനാൽ മഴവെള്ളം റോഡിൽ തന്നെ കെട്ടിക്കിടക്കുകയാണ്. ഇതിനിടെ പൈപ്പ് പൊട്ടി ശുദ്ധജലവും പാഴാകുന്നതായും നാട്ടുകാർ ആരോപിക്കുന്നു. റോഡ് കുളമായി മാറിയതോടെ ഇതുവഴിയുള്ള യാത്ര ദുരിതപൂർണമായിരിക്കുകയാണ്. വിദ്യാർത്ഥികൾ, തൊഴിലാളികൾ, രോഗികൾ, പ്രായമായവർ ഉൾപ്പെടെ ദിവസേന ആയിരക്കണക്കിന് ആളുകളാണ് ഈ റോഡിനെ ആശ്രയിക്കുന്നത്. വാഹനങ്ങൾ അപകട ഭീഷണിയിലൂടെയാണ് കടന്നുപോകുന്നത്. കാൽനട യാത്രക്കാരും ഏറെ ബുദ്ധിമുട്ട് നേരിടുന്ന സാഹചര്യമാണ്. അധികൃതരുടെ ശ്രദ്ധ ക്ഷണിക്കാനാണ് റോഡിലെ വെള്ളക്കെട്ട് തന്നെ പ്രതിഷേധവേദിയാക്കി യുവാക്കൾ വ്യത്യസ്ത സമരം സംഘടിപ്പിച്ചത്. വെള്ളക്കെട്ടിൽ കുളിച്ചും ചെറിയ വഞ്ചി ഇറക്കിയും പോത്തിനെ കുളിപ്പിച്ചുമാണ് പ്രതിഷേധിച്ചത്. നമ്മളെ ബഹുമാനപ്പെട്ട മന്ത്രി PK ബഷീർ സാഹിബ് പറഞ്ഞതുപോലെ മഴക്കാലത്ത് കുഴികൾ ഉണ്ടാവും. പക്ഷെ ഇത് മഴക്കാലത്തുണ്ടായ കുഴികളല്ല. വാട്ടർ അതോറിറ്റിയുടെയും കരാറുകാരന്റെ അനാസ്ഥ മൂലം ഒരു കൊല്ലമായിട്ട് നിരന്തരമായിട്ട് നമ്മൾ ഈ ദുരന്തം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഒരുപാട് സമരങ്ങൾ നമ്മൾ ചെയ്ത് എന്നിട്ടും ഇന്നേ വരെ ഇതിനൊരു പരിഹാരം നമുക്ക് കാണാൻ പറ്റിയിട്ടില്ല. ഇപ്പോൾ തന്നെ ഇതിലെ തന്നെ ഏകദേശം ഒരു 50-ൽ മേലെ സ്കൂൾ വണ്ടികളും അതുപോലെ വിദ്യാർത്ഥികളും മറ്റു യാത്രക്കാരും യാത്ര ചെയ്യുന്നത്. ഒരു റോഡിന്റെ അവസ്ഥ കണ്ടുകൊണ്ടിരിക്കുന്നത്. കരാറുകാരന്റെയും വാട്ടർ അതോറിറ്റിയുടെയും
ഗുരുതരമായ അനാസ്ഥയാണ് നിലവിലെ ദുരവസ്ഥയ്ക്ക് കാരണമെന്നും അടിയന്തരമായി റോഡ് ഗതാഗതയോഗ്യമാക്കുകയും പൈപ്പ് ചോർച്ച പരിഹരിക്കുകയും ചെയ്യണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. PM നജ്മുദ്ദീൻ, TU അഹമ്മദ്, PM അസ്ലം, KK ഷക്കീർ എന്നിവർ പ്രതിഷേധ സമരത്തിന് നേതൃത്വം നൽകി. TCV കയ്പമംഗലം. വാഴാനി ഡാമിലെ ഹരിജൻ ഗിരിജൻ റിസർവോയർ ഫിഷറീസ് സഹകരണ സംഘത്തിന്റെ ബോട്ട് തകർക്കുകയും വഞ്ചി നശിപ്പിച്ച് മുക്കുകയും ചെയ്ത സംഭവത്തിന് പിന്നിൽ 4 അംഗ യുവാക്കളെന്ന സംശയം. രാത്രിയിൽ ഗേറ്റ് ചാടിക്കടന്ന് ജലാശയത്തിലേക്ക് പോകുന്ന യുവാക്കൾ ഇറങ്ങിപ്പോകുന്ന ദൃശ്യങ്ങൾ ടൂറിസം വകുപ്പിന്റെ നിരീക്ഷണ ക്യാമറയിൽ നിന്ന് പോലീസിന് ലഭിച്ചു. ഡാമിൽ മത്സ്യബന്ധനത്തിന് ഉപയോഗിക്കുന്ന 60,000 രൂപ വിലയുള്ള വഞ്ചി, 15 കിലോ വല, 1.5 ലക്ഷം രൂപ വിലയുള്ള ബോട്ട് എന്നിവയാണ് പ്രതികൾ നശിപ്പിച്ചത്. സംഘം പ്രസിഡന്റ് ഇൻചാർജ് സിന്ധു കുട്ടപ്പൻ, എക്സ് ഒഫീഷ്യോ സെക്രട്ടറി AJ അനു, ഡയറക്ടർ MK ഉണ്ണികൃഷ്ണൻ എന്നിവരുടെ പരാതിയിലാണ് കേസ്. തെക്കങ്കര പഞ്ചായത്ത് പ്രസിഡന്റ് ശാന്ത ഉണ്ണികൃഷ്ണൻ, സ്ഥിരം സമിതി അധ്യക്ഷൻ VG ജയസൂര്യ എന്നിവർ ഡാമിൽ സന്ദർശനം നടത്തി. പാവറട്ടി വെൺമേനാട് 9 വയസ്സുകാരനെ മിഠായി നൽകി വശീകരിച്ച് കാറിൽ കയറ്റിക്കൊണ്ടുപോയി ലൈംഗിക അതിക്രമത്തിന് ശ്രമിച്ചയാൾ അറസ്റ്റിലായി. ചുക്കുബസാർ സ്വദേശി പുഴങ്ങരയില്ലത്ത് വീട്ടിൽ ഇസ്മയിലിനെയാണ് പാവറട്ടി പോലീസ് അറസ്റ്റ് ചെയ്തത്. പീഡനശ്രമം കുട്ടി മാതാപിതാക്കളെ അറിയിച്ചതിനെ തുടർന്ന് പോലീസിൽ പരാതി നൽകുകയായിരുന്നു. പാവറട്ടി SI മഹേഷ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. ഇരിങ്ങാലക്കുട ജനറൽ ആശുപത്രിയിൽ സജ്ജമാക്കിയ പുതിയ സൂപ്പർ സ്പെഷ്യാലിറ്റി ബ്ലോക്കിന്റെ ഉദ്ഘാടനം കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി നിർവഹിച്ചു. ആശുപത്രിയിൽ 20 കോടി രൂപ ചെലവഴിച്ച് നിർമ്മിച്ച 4 നിലകളുള്ള പുതിയ OP കെട്ടിടത്തിന്റെ 4ാം നിലയിലാണ് പുതിയ സൂപ്പർ സ്പെഷ്യാലിറ്റി ബ്ലോക്ക് ഒരുക്കിയിരിക്കുന്നത്. ഇരിങ്ങാലക്കുട നഗരസഭാ ചെയർപേഴ്സൺ MP ജാക്സൺ അധ്യക്ഷത വഹിച്ചു. ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ MG ശിവദാസ്, ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ പ്രതിനിധികളായ TV ശിവൻ, ഗീതിക വർമ്മ, തൃശൂർ ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ TP ശ്രീദേവി, ആരോഗ്യ കേരളം ജില്ലാ പ്രോഗ്രാം മാനേജർ ഡോക്ടർ ജിൽഷോ ജോർജ്, നഗരസഭാ വൈസ് ചെയർപേഴ്സൺ ചിന്ത ധർമ്മരാജൻ തുടങ്ങിയവർ പങ്കെടുത്തു. ബേപ്പൂരിന്റെ സുൽത്താൻ വൈക്കം മുഹമ്മദ് ബഷീർ അനുസ്മരണ ദിനത്തിൽ പെരുമ്പിലാവ് അൻസാർ ഇംഗ്ലീഷ് സ്കൂളിലെ UKG കുരുന്നുകൾ ഒരുക്കിയ അഭിനയം സമൂഹമാധ്യമങ്ങളിൽ തരംഗമായി. ബഷീറിന്റെയും പാത്തുമ്മയുടെയും വേഷമണിഞ്ഞായിരുന്നു ദൃശ്യാവിഷ്കാരം. പാത്തുമ്മ ആടുകൾക്ക് വെള്ളം കൊടുത്തുവോ എന്ന ബഷീറിന്റെ നിഷ്കളങ്കമായ ചോദ്യത്തിന് ആ വെള്ളമൊക്കെ കൊടുത്തു എന്ന പാത്തുമ്മയുടെ തമാശ കലർന്ന മറുപടിയും ഉൾപ്പെടുത്തിയിട്ടുള്ള സ്വാഭാവിക അഭിനയമാണ് ഇരുവരും കാഴ്ചവെച്ചത്. കുട്ടികളുടെ സംഭാഷണ ശൈലിയും ഭാവങ്ങളും അക്ഷരാർത്ഥത്തിൽ ബഷീറിനെ ഓർമ്മിപ്പിച്ചു. വീഡിയോ ക്ലാസ് ഗ്രൂപ്പുകളിൽ പ്രചരിച്ചതോടെ സോഷ്യൽ മീഡിയയിലും നിമിഷങ്ങൾക്കകം വൈറലായി. ഇടവേള. ഏത് ബഡ്ജറ്റിലും ഹാപ്പിയാർന്ന ഷോപ്പിംഗ് മമ്മി ഡാഡിയിൽ മാത്രം. മമ്മി ഡാഡി കളക്ഷൻസ്, സെക്കൻഡ് സ്റ്റാൻഡ്, തൃശൂർ. അറിഞ്ഞു, ടുലിപ്സിൽ സലൂൺ ചരിത്രം ഇന്ന് വരെ കാണാത്ത ക്യാഷ് പ്രൈസ് ഓണം. ചരിത്രത്തിൽ ആദ്യമായി പുരികം ത്രെഡ് ചെയ്യൂ, 100 days ചലഞ്ചിൽ പങ്കെടുക്കൂ. നറുക്കെടുപ്പിലൂടെ ടുലിപ്സിൽ നിന്ന് നേടും 1ാം സമ്മാനമായി 1 ലക്ഷം രൂപ, 2ാം സമ്മാനമായി 50,000 രൂപ, 3ാം സമ്മാനമായി 25,000 രൂപ, 4ാം സമ്മാനം 5 പേർക്ക് 10,000 രൂപ. അപ്പൊ എങ്ങനെയാ, സെറ്റ് അല്ലേ? ടുലിപ്സ് ഓണം, ക്യാഷ് പ്രൈസ് ഓണം. Tulips, every beauty solution under a single umbrella. French Dairy Pistachio Kunafa Bar. പെട്ടെന്നൊരാവശ്യം വരുമ്പോൾ പെട്ടെന്ന് കാശ് കിട്ടണ്ടേ? KSFE ഗോൾഡ് ലോൺ, കുറഞ്ഞ പലിശ, കൂടുതൽ തുക, കൂടുതൽ വേഗത്തിൽ. KSFE, ഈ നാടിന്റെ ധൈര്യം. മുടിയുടെ കാര്യമാണ്, സ്കിന്നിന്റെയും കാര്യമാണ്. അപ്പൊ പിന്നെ റിസ്ക് എടുക്കാനൊക്കത്തില്ല. നെല്ലിക്ക, നീലയമരി, ബ്രഹ്മി, കയ്യോന്നി, അങ്ങനെ കുറെ ആയുർവേദ കൂട്ടുകൾ ചേർത്താണ് ഈ ഹെയർ ഡേ തയ്യാറാക്കുന്നത്. ആയുർവേദത്തിൽ ആദ്യമായി ഹരിത ഹെയർ ഡൈ, ഇപ്പോൾ ഹരിതയിൽ നിന്നും. Key OTT, 32 OTT platforms and all the live contents in single app. Subscribe now. Key OTT, one platform, 32 OTTs. കടവല്ലൂർ കടങ്ങോട് പഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന പ്രധാന പാതകളിലൊന്നായ തിപ്പിലിശ്ശേരി പള്ളിക്കുളം ചെറുമനേങ്ങാട് റോഡ് തകർന്നിട്ട് 5 വർഷം പിന്നിടുന്നു.
റോഡിന്റെ നവീകരണത്തിനായി 2 കോടി രൂപ അനുവദിക്കുകയും കരാർ നടപടികൾ പൂർത്തിയാക്കുകയും ചെയ്തിരുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനെന്നോണം റോഡിന്റെ ചില ഭാഗങ്ങളിൽ അറ്റകുറ്റപ്പണികളും നിർമ്മാണ ജോലികളും നടത്തിയിരുന്നു. എന്നാൽ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞതോടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർണ്ണമായി നിലച്ചു. പിന്നീട് ഈ വഴിക്ക് തിരിഞ്ഞു നോക്കാൻ അധികൃതരോ കരാറുകാരോ തയ്യാറായിട്ടില്ലെന്ന് നാട്ടുകാർ ആരോപിക്കുന്നു. കാലവർഷം കനത്തതോടെ കുഴികളിൽ വെള്ളം നിറഞ്ഞ് റോഡിലൂടെയുള്ള ഗതാഗതം ദുരിതത്തിലായിരിക്കുകയാണ്. റോഡിന്റെ നവീകരണം പൂർത്തിയാക്കണമെന്നാവശ്യപ്പെട്ട് പ്രദേശവാസികളുടെയും പൊതുപ്രവർത്തകരുടെയും നേതൃത്വത്തിൽ നിരവധി പ്രതിഷേധങ്ങൾ നടന്നിട്ടും യാതൊരു ഫലവും ഉണ്ടായില്ല. റോഡിന്റെ ദുരവസ്ഥയ്ക്ക് എത്രയും വേഗം ശാശ്വത പരിഹാരം കാണണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. TCV കുന്നംകുളം. വൺവേ ലംഘിച്ച് വാഹനങ്ങൾ കടന്നു വരുന്നത് മൂലം കുന്നംകുളം ജംഗ്ഷനിൽ ഗതാഗതക്കുരുക്ക് രൂക്ഷമാകുന്നു. തൃശൂർ പട്ടാമ്പി ഭാഗങ്ങളിൽ നിന്ന് ബസ്സുകളും കണ്ടെയ്നർ ലോറികളും ഉൾപ്പെടെയുള്ള വാഹനങ്ങൾ ഒരേ സമയം ജംഗ്ഷനിൽ എത്തുന്നതാണ് ഗതാഗതക്കുരുക്ക് രൂക്ഷമാക്കുന്നത്. വൺവേ നിയമലംഘനത്തിനെതിരെ കർശന നടപടി സ്വീകരിക്കുകയും ആവശ്യമായ സമയങ്ങളിൽ കൂടുതൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തുകയും വേണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. തൃശൂർ ജൂബിലി അമല ആശുപത്രികളിൽ UNAയുടെ നേതൃത്വത്തിൽ നടക്കുന്ന സമരത്തിനെതിരെ പഴുവിൽ ഫൊറോനയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിച്ചു. സെന്റ് ജൂഡ് ദേവാലയ പരിസരത്ത് നടന്ന പ്രതിഷേധ യോഗത്തിൽ ഫൊറോന വികാരി ഫാദർ ജോബ് വടക്കൻ അധ്യക്ഷത വഹിച്ചു. തൃശൂർ അതിരൂപത പാസ്റ്ററൽ കൌൺസിൽ മുൻ സെക്രട്ടറി അഡ്വക്കേറ്റ് ബിജു കുണ്ടുകുളം, പഴുവിൽ ഫൊറോന കൌൺസിൽ സെക്രട്ടറി ആന്റണി, ഫാദർ ടെഡ്സ് കുന്നപ്പള്ളി തുടങ്ങിയവർ സംസാരിച്ചു. UNAയുടെയും സഭാവിരുദ്ധ ശക്തികളുടെയും അവഹേളനങ്ങൾ അവസാനിപ്പിക്കുക, ജൂബിലി അമല ആശുപത്രികളെ തകർക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ഉപേക്ഷിക്കുക എന്നീ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് പുത്തൂർ ഫൊറോന കൌൺസിൽ പ്രതിഷേധ യോഗം സംഘടിപ്പിച്ചു. വെട്ടുകാട് സെന്റ് ജോസഫ് പള്ളിയിൽ നടന്ന പ്രതിഷേധ ദിനാചരണം ഫൊറോന വികാരി ഫാദർ ജോജു പനക്കൽ ഉദ്ഘാടനം ചെയ്തു. വികാരി ഫാദർ ഡോക്ടർ ആന്റോ കാഞ്ഞിരത്തിങ്കൽ അധ്യക്ഷത വഹിച്ചു. ഫാദർ നിതിൻ മുരിങ്ങത്തേരി, ഫാദർ ജസ്റ്റിൻ എലുവത്തിങ്കൽ, ഫൊറോന കൌൺസിൽ സെക്രട്ടറി അഡ്വക്കേറ്റ് ഡേവിസ് കണ്ണൂക്കാടൻ, KCYM യൂണിറ്റ് പ്രസിഡന്റ് അമൽ ഫ്രാൻസിസ് തുടങ്ങിയവർ സംസാരിച്ചു. ഗ്രാമപഞ്ചായത്തിലെ മുഴുവൻ കുടുംബങ്ങൾക്കും ഇൻഷുറൻസ് പരിരക്ഷ ഉറപ്പാക്കുന്ന പദ്ധതിക്ക് തൃക്കൂർ പഞ്ചായത്തിൽ തുടക്കമാകുന്നു. കേരളത്തിൽ ഗ്രാമപഞ്ചായത്ത് ആദ്യമായി നടപ്പിലാക്കുന്ന ഇൻഷുറൻസ് പദ്ധതിയുടെ ഭാഗമായി സർവകക്ഷി യോഗം ചേർന്നു. കല്ലൂർ VLP സ്കൂളിൽ ചേർന്ന യോഗത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റ് സുന്ദരി മോഹൻദാസ് അധ്യക്ഷത വഹിച്ചു. സുരക്ഷ എന്ന പേരിലാണ് പദ്ധതി ആരംഭിക്കുന്നത്. മരണാവസ്ഥയോട് തുല്യമായ അവസ്ഥയിൽ കഴിയുന്നവർക്ക് 1 ലക്ഷം രൂപ, അപകടം മൂലം അംഗവൈകല്യം സംഭവിക്കുന്നവർക്ക് 50,000 രൂപ എന്നിവ നൽകുന്നതാണ് പദ്ധതി. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പോൾസൺ തെക്കുംപെടിക, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ ജിഷ ഡേവിസ്, സന്ദീപ് കണിയത്ത്, സംഗീത ദിവാകരൻ തുടങ്ങിയവർ പങ്കെടുത്തു. ആമ്പലൂർ സെൻട്രയിൽ ഓട്ടോറിക്ഷയും പിക്കപ്പ് വാനും കൂട്ടിയിടിച്ചു. അപകടത്തിൽ ആർക്കും പരിക്കില്ല. ആമ്പലൂരിലെ ഓട്ടോ സ്റ്റാൻഡിലേക്ക് ഓട്ടോറിക്ഷ തിരിക്കുന്നതിനിടെ വരന്തരപ്പള്ളി ഭാഗത്തു നിന്നും വന്ന പിക്കപ്പ് വാൻ ഇടിക്കുകയായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ ഓട്ടോറിക്ഷയുടെ ഒരു വശം തകർന്നു. KSKTU താന്യം തെക്ക് മേഖലാ സമ്മേളനം താന്യം പഞ്ചായത്ത് സർവീസ് ഹാളിൽ ചേർന്നു. KSKTU സംസ്ഥാന കമ്മിറ്റി അംഗം KJ ഡിക്സൺ ഉദ്ഘാടനം ചെയ്തു. ചേർപ്പ് ഏരിയ കമ്മിറ്റി സെക്രട്ടറി KC രമേശ്, പ്രസിഡന്റ് MV മുകേഷ്, MP സഹദേവൻ, O ബൈജു തുടങ്ങിയവർ സംസാരിച്ചു. കാലം മാറിയിട്ടും ആവേശം ഒട്ടും ചോരാതെ 4 നൂറ്റാണ്ടായി വോളിബോളിനോടുള്ള സ്നേഹം നെഞ്ചേറ്റി മുന്നേറുകയാണ് പെരിഞ്ഞനം RMVHS വോളിബോൾ ടീം. മഴയോ വെയിലോ തിരക്കേറിയ ജോലിയോ ഒന്നും ഇവരുടെ പതിവ് മുടക്കാറില്ല. RMVHS സ്കൂൾ ഗ്രൗണ്ടാണ് ഇവരുടെ സംഗമവേദി. 40 വയസ്സിന് മുകളിൽ പ്രായമുള്ള 50ഓളം പേരാണ് ഈ കൂട്ടായ്മയുടെ ഭാഗമായിട്ടുള്ളത്. വിവിധ മേഖലകളിൽ ജോലി ചെയ്യുന്ന അംഗങ്ങൾ വോളിബോൾ കളിച്ച ശേഷമാണ് തങ്ങളുടെ ജോലി സ്ഥലങ്ങളിലേക്ക് പോകുന്നത്. ബിജീഷിന്റെ നേതൃത്വത്തിൽ 20ഓളം പേരാണ് നിലവിൽ സ്ഥിരമായി കളിയിൽ പങ്കെടുക്കുന്നത്. പ്രായം വെറും സംഖ്യ മാത്രമാണെന്ന് തെളിയിക്കുന്ന ആവേശത്തോടെയും കൂട്ടായ്മയുടെ കരുത്തോടെയും ഇവർ കോർട്ടിൽ നിറഞ്ഞു നിൽക്കുന്നു. കളി മാത്രമല്ല, സാമൂഹിക ഉത്തരവാദിത്വങ്ങളിലും ഈ കൂട്ടായ്മ സജീവമാണ്. സംസ്ഥാന സർക്കാരിന്റെ ഓപ്പറേഷൻ തൂഫാൻ പദ്ധതിക്ക് പിന്തുണ പ്രഖ്യാപിച്ചാണ് വോളിബോൾ ടീം മാതൃകയായത്. കായിക രംഗത്തെ കൂട്ടായ്മകൾ സമൂഹത്തിന് നല്ല സന്ദേശങ്ങൾ പകരാൻ കഴിയുമെന്ന് അവർ ഒരിക്കൽ കൂടി തെളിയിക്കുകയാണ്. സൗഹൃദവും ആരോഗ്യ സംരക്ഷണവും കായിക സംസ്കാരവും ഒരുമിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്ന ഈ കൂട്ടായ്മ പെരിഞ്ഞനത്തിന്റെ കായിക ചരിത്രത്തിലെ അഭിമാന അധ്യായമായി തുടരുകയാണ്. 4 നൂറ്റാണ്ട് പിന്നിട്ടിട്ടും കളിയുടെ ആവേശം ഒട്ടും ചോരാതെ പുതിയ തലമുറയ്ക്കും പ്രചോദനമാകുന്ന മാതൃകയാണ് RMVHS വോളിബോൾ ടീം. TCV ന്യൂസ്, കയ്പമംഗലം.
KPCC ഗാന്ധി ദർശൻ സമിതി ഗുരുവായൂർ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കേരള ജനക്ഷേമ ബജറ്റ് വികസനവും യാഥാർത്ഥ്യവും എന്ന വിഷയത്തിൽ വിശദീകരണ സംവാദവേദി സംഘടിപ്പിച്ചു. AICC അംഗം അനിൽ അക്കര ഉദ്ഘാടനം ചെയ്തു. ഗാന്ധി ദർശൻ വേദി പ്രസിഡന്റ് അഡ്വക്കേറ്റ് PC തോമസ് അധ്യക്ഷത വഹിച്ചു. പാലിയത്ത് രാമകൃഷ്ണൻ നായർ സ്മാരക പുരസ്കാരം PK അബൂബക്കർ ഹാജിക്ക് സമ്മാനിച്ചു. മാധ്യമപ്രവർത്തകൻ KC ശിവദാസ് മുഖ്യപ്രഭാഷണം നടത്തി. സെക്രട്ടറി CV അച്യുതൻ, KPCC സെക്രട്ടറി CC ശ്രീകുമാർ, DCC സെക്രട്ടറി അഡ്വക്കേറ്റ് TS അജിത്, KV ഷാനവാസ്, KP റഷീദ്, മോഹൻദാസ് ചേലനാട് തുടങ്ങിയവർ സംസാരിച്ചു. K. കരുണാകരൻ സ്റ്റഡി സെന്റർ ഗുരുവായൂർ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ മുൻ മുഖ്യമന്ത്രി K. കരുണാകരന്റെ ജന്മദിനം ആചരിച്ചു. പടിഞ്ഞാറെ നടയിൽ നടന്ന അനുസ്മരണം DCC സെക്രട്ടറി അഡ്വക്കേറ്റ് TS അജിത് ഉദ്ഘാടനം ചെയ്തു. സ്റ്റഡി സെന്റർ നിയോജക മണ്ഡലം പ്രസിഡന്റ് KB വിജു അധ്യക്ഷത വഹിച്ചു. UDF കൺവീനർ KV ഷാനവാസ്, CV സുരേന്ദ്രൻ മരയ്ക്കാൻ, ശശി വാർനാട്ട്, മോഹൻദാസ് ചേലനാട്, ബാലൻ വാർനാട്ട് തുടങ്ങിയവർ സംസാരിച്ചു. പൊറനാട്ടുകര ശ്രീരാമകൃഷ്ണ ഗുരുകുല വിദ്യാമന്ദിരം സ്കൂളിലെ 1989 SSLC ബാച്ച് വിദ്യാർത്ഥികളുടെ കുടുംബ സംഗമവും മെറിറ്റ് ഡേയും സംഘടിപ്പിച്ചു. സ്കൂൾ മാനേജർ സ്വാമി സദ്ഭവാനന്ദ ഉദ്ഘാടനം ചെയ്തു. ബാച്ച് പ്രസിഡന്റ് മഹേഷ് ചന്ദ്രശേഖരൻ അധ്യക്ഷത വഹിച്ചു. എഴുത്തുകാരൻ ആരൂർ സന്തോഷ് കുമാർ, പഞ്ചായത്ത് അംഗം സദാശിവൻ, ജോബി ഫ്രാൻസിസ്, വിദ്യാമൃതം സെക്രട്ടറി CS രമേഷ് കുമാർ, വൈസ് പ്രസിഡന്റ് രാധാകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. വ്യാപാരി വ്യവസായി സമിതിയുടെ കുന്നത്തങ്ങാടി മേഖലാ സമ്മേളനം സംസ്ഥാന കമ്മിറ്റി അംഗം ജോസ് തെക്കേത്തല ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് പ്രസിഡന്റ് TA ജോൺസൺ അധ്യക്ഷത വഹിച്ചു. പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വ്യാപാരികളുടെ മക്കളെയും മുതിർന്ന വ്യാപാരികളെയും ചടങ്ങിൽ ആദരിച്ചു. വ്യാപാരി മിത്രയുടെയും പുതിയ മെമ്പർഷിപ്പിന്റെയും വിതരണവും നടന്നു. അരിമ്പൂർ പഞ്ചായത്ത് പ്രസിഡന്റ് CL ജോൺസൺ, വാർഡംഗം KR ബാബുരാജ്, ഏരിയ സെക്രട്ടറി KL ജോസ്, ടോണി പാവർട്ടിക്കാരൻ, VT ജോൺസൺ, TK രാമകൃഷ്ണൻ, അന്തിക്കാട് ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് NC സതീഷ് തുടങ്ങിയവർ പങ്കെടുത്തു. കുന്നംകുളം പെങ്ങാമുക്ക് പീടികേശ്വരം ശിവക്ഷേത്രത്തിലെ ശിവരാത്രി മഹോത്സവത്തോടനുബന്ധിച്ച് നടന്ന എഴുന്നള്ളിപ്പിനിടെയുണ്ടായ അക്രമസംഭവത്തിൽ 9 പേർക്കെതിരെ കുന്നംകുളം പോലീസ് കേസെടുത്തു. കഴിഞ്ഞ ഫെബ്രുവരി 15-ാം തീയതി എഴുന്നള്ളിപ്പിനിടയിലേക്ക് ബൈക്കുമായി എത്തിയ മഹേശ്വർ എന്നയാളെ ചോദ്യം ചെയ്തതിലുണ്ടായ വിരോധമാണ് ആക്രമണത്തിൽ കലാശിച്ചത്. അക്രമത്തിൽ പരാതിക്കാരനായ ഷിജിൻ, സുനീഷ്, സുജിത് എന്നിവർക്ക് പരിക്കേറ്റിരുന്നു. കുന്നംകുളം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ കോടതി നിർദ്ദേശപ്രകാരമാണ് പോലീസ് കേസെടുത്തത്. വീണ്ടും ഇടവേള. കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം. ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ, കുന്നംകുളം. പെട്ടെന്നൊരാവശ്യം വരുമ്പോൾ പെട്ടെന്ന് കാശ് കിട്ടണ്ടേ? KSFE ഗോൾഡ് ലോൺ. കുറഞ്ഞ പലിശ, കൂടുതൽ തുക, കൂടുതൽ വേഗത്തിൽ. KSFE, ഈ നാടിന്റെ ധൈര്യം. കേരള വിഷൻ ബ്രോഡ്ബാൻഡ് കണക്ട് ആൻഡ് വിൻ. 100 EV സ്കൂട്ടറുകൾ, ബമ്പർ സമ്മാനമായി ഒരു EV കാർ. സബ്സ്ക്രൈബ് ചെയ്യൂ, റിന്യൂ ചെയ്യൂ, നേടൂ മറ്റനേകം സമ്മാനങ്ങളും. കേരള വിഷൻ ബ്രോഡ്ബാൻഡ് കണക്ട് ആൻഡ് വിൻ. തിരികെ വാർത്തകളിലേക്ക്. ചേറ്റുവയിൽ വഴിയിൽ കണ്ട അസ്വാഭാവിക സംഭവത്തിൽ പൊതുജനം കാണിച്ച ജാഗ്രതയ്ക്കും അതിനോട് മിന്നൽ വേഗത്തിൽ പ്രതികരിച്ച പോലീസിന്റെ കൃത്യനിഷ്ഠതയ്ക്കും ഒടുവിൽ ശുഭപര്യവസാനം. വാടാനപ്പള്ളി ചേറ്റുവ MES ജംഗ്ഷന് സമീപത്തു നിന്നും പൊക്കുളങ്ങര ഭാഗത്തേക്ക് പോവുകയായിരുന്ന കാറിനുള്ളിലിരുന്ന് ഒരു യുവതി കരയുന്നത് കണ്ട ചേറ്റുവ സ്വദേശി ഷാനവാസ് വാഹനത്തിന്റെ നമ്പർ അടക്കം വാടാനപ്പള്ളി പോലീസ് സ്റ്റേഷനിൽ അറിയിക്കുകയായിരുന്നു. വിവരമറിഞ്ഞ ഉടൻ പോലീസ് നടത്തിയ ഊർജിതമായ തെരച്ചിലിൽ പെരിഞ്ഞനത്ത് വെച്ച് വാഹനം കണ്ടെത്തുകയായിരുന്നു. തുടർന്നാണ് കാറിലുണ്ടായിരുന്നത് പത്തനംതിട്ട സ്വദേശികളായ ദമ്പതികളാണെന്ന് വ്യക്തമായത്. യാത്രക്കിടയിൽ കാറിനുള്ളിൽ വെച്ച് ദമ്പതികൾ വാക്കുതർക്കത്തിൽ ഏർപ്പെടുകയും ഇതിനിടയിൽ യുവതി ശബ്ദമുയർത്തി സംസാരിച്ചതുമാണ് തട്ടിക്കൊണ്ടുപോകലാണെന്ന രീതിയിലുള്ള സംശയത്തിന് ഇടയാക്കിയതെന്ന് ദമ്പതികൾ പോലീസിനോട് പറഞ്ഞു. വായന പക്ഷാചരണത്തിന്റെ ഭാഗമായി കോടാലി KCCP ഗ്രാമീണ വായനശാലയിൽ ബഷീർ അനുസ്മരണം സംഘടിപ്പിച്ചു. മറ്റത്തൂർ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ റെനി ജിജീഷ് ഉദ്ഘാടനം ചെയ്തു. എഴുത്തുകാരൻ AK ശിവദാസൻ ബഷീർ അനുസ്മരണം നടത്തി. വായനശാല പ്രസിഡന്റ് കവിത ഗിരീഷ് അധ്യക്ഷത വഹിച്ചു. സീത കുമാരൻ, PB ജോഷി, PA രവി, PG ഹിമ, മറ്റത്തൂർ ഗ്രന്ഥശാല നേതൃസമിതി കൺവീനർ ഹക്കീം കളിപ്പറമ്പിൽ, EH സഹീർ തുടങ്ങിയവർ സംസാരിച്ചു.
വള്ളിശ്ശേരി ഫ്രണ്ട്സ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ കുട്ടികൾക്കും രക്ഷിതാക്കൾക്കുമായി ലഹരിവിരുദ്ധ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് KG ജയേഷ് ഉദ്ഘാടനം നിർവഹിച്ചു. ഫ്രണ്ട്സ് ക്ലബ് പ്രസിഡന്റ് KV സുന്ദരൻ അധ്യക്ഷത വഹിച്ചു. എക്സൈസ് പ്രിവന്റീവ് ഓഫീസർ K ലത്തീഫ് ക്ലാസുകൾ നയിച്ചു. അവണിശ്ശേരി പഞ്ചായത്ത് അംഗങ്ങളായ VI ജോൺസൺ, നിത്യ ജയരാജൻ തുടങ്ങിയവർ സംസാരിച്ചു. കുന്നംകുളം പുതിയഞ്ചേരി ദേശാഭിമാനി ക്ലബ്ബും ഫുട്ബോൾ ഫാൻസും ചേർന്ന് നിർമ്മിച്ച പുതിയ ബസ് സ്റ്റോപ്പ് ഉദ്ഘാടനം ചെയ്തു. ബ്രസീൽ, അർജന്റീന ഫാൻസ് അംഗങ്ങളും ക്ലബ് പ്രവർത്തകരും നാട്ടുകാരും ചേർന്നാണ് ബസ് സ്റ്റോപ്പിന്റെ ഔദ്യോഗിക ഉദ്ഘാടനം നിർവഹിച്ചത്. കടവല്ലൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KM സലീം, CPM ലോക്കൽ കമ്മിറ്റി അംഗം സുധി, ക്ലബ് സെക്രട്ടറി സുഹാസ് തുടങ്ങിയവർ പങ്കെടുത്തു. വായനാ മാസാചരണത്തോടനുബന്ധിച്ച് വെസ്റ്റ് മങ്ങാട് സെന്റ് ജോസഫ് ആൻഡ് സെന്റ് സിറിൽസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഒരുക്കിയ പുസ്തകവണ്ടി ശ്രദ്ധേയമായി. പ്രധാന അധ്യാപിക ജൻസി ഫ്ളാഗ് ഓഫ് നിർവഹിച്ചു. അധ്യാപകരായ ഫെമിത, സൗമ്യ, സാം തുടങ്ങിയവർ നേതൃത്വം നൽകി. തൃക്കൂർ ഗവൺമെന്റ് സർവോദയ ഹയർ സെക്കൻഡറി സ്കൂളിൽ വിജയോത്സവവും സയൻസ് ലാബ് പ്രവേശന കവാടം എന്നിവയുടെ ഉദ്ഘാടനവും നടന്നു. ജില്ലാ പഞ്ചായത്ത് അംഗം EA ഓമന ഉദ്ഘാടനം ചെയ്തു. തൃക്കൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പോൾസൺ തെക്കുംപിടിക അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ജെറോൺ ജോൺ, പഞ്ചായത്ത് അംഗങ്ങളായ സംഗീത ദിവാകരൻ, ജിഷ ഡേവിസ്, പ്രധാനാധ്യാപിക ഇൻചാർജ് ബിജി സുരേന്ദ്രൻ, മുൻ പ്രധാനാധ്യാപിക PK മിനി എന്നിവർ സംസാരിച്ചു. UNA സമരത്തിന്റെ മറവിൽ സഭാവിരുദ്ധ ശക്തികളുമായി ഒത്തുചേർന്ന് തൃശൂർ അതിരൂപതയെയും അതിരൂപത അധ്യക്ഷന്മാരെയും നിരന്തരമായ അവഹേളനങ്ങൾ തുടരുന്നതിൽ മുക്കാട്ടുകര സെന്റ് ജോർജസ് ഇടവക സമൂഹം പ്രതിഷേധിച്ചു. വികാരി ഫാദർ ഡോക്ടർ വിൻസെന്റ് ചെറുവത്തൂർ ഉദ്ഘാടനം നിർവഹിച്ചു. കത്തോലിക്ക കോൺഗ്രസ് യൂണിറ്റ് പ്രസിഡന്റ് ജോസ് കുന്നപ്പള്ളി അധ്യക്ഷത വഹിച്ചു. അസിസ്റ്റന്റ് വികാരി ഫാദർ നിതിൻ പൊന്നാരി, കൈക്കാരൻ പ്രതിനിധി CD ജോർജ്, MK ജോർജ് തുടങ്ങിയവർ സംസാരിച്ചു. ഇനി വാണിജ്യം. പ്രീമിയം ഡ്രൈ ക്ലീനിംഗ് ആൻഡ് ലോണ്ടറി സ്റ്റുഡിയോ രംഗത്തെ പ്രമുഖ സ്ഥാപനമായ വാഷിഫയുടെ തൃശൂരിലെ ആദ്യത്തെ ഫ്രാഞ്ചൈസി പ്രസ്റ്റീൻ കെയർ സർവീസസ് നെല്ലങ്കരയിൽ പ്രവർത്തനം ആരംഭിച്ചു. നെല്ലങ്കര റിപ്പബ്ലിക് സ്ക്വയറിൽ പ്രവർത്തനം ആരംഭിച്ച വാഷിഫൈ ഫ്രാഞ്ചൈസി പ്രസ്റ്റീൻ കെയർ സർവീസസിന്റെ ഉദ്ഘാടനം രാജൻ ജെ പല്ലൻ MLA നിർവഹിച്ചു. ജെറുസലേം റിട്രീറ്റ് സെന്റർ അഡ്മിനിസ്ട്രേറ്റർ ഫാദർ ജോ പാച്ചേരിയിൽ ആശീർവാദ കർമ്മം നിർവഹിച്ചു. മുക്കാട്ടുകര ഡിവിഷൻ കൗൺസിലർ ശ്യാമള മുരളീധരൻ, കോൺഗ്രസ് മുക്കാട്ടുകര യൂണിറ്റ് പ്രസിഡന്റ് N ഉദയകുമാർ, BJP മുക്കാട്ടുകര ഏരിയ സെക്രട്ടറി K ജയൻ, അഡ്വക്കേറ്റ് റോമി, പ്രസ്റ്റീൻ കെയർ സർവീസസ് പ്രൊപ്പറേറ്റർ ബിന്ദു ജോൺസൺ തുടങ്ങിയവർ സംസാരിച്ചു. കുടുംബാംഗങ്ങളായ റിസൻ, എഡ്രീന, ബന്ധുക്കൾ, സുഹൃത്തുക്കൾ, നാട്ടുകാർ തുടങ്ങിയവർ പങ്കെടുത്തു. പ്രീമിയം ഡ്രൈ ക്ലീനിംഗ് ലോണ്ടറിയുമായി ബന്ധപ്പെട്ട എല്ലാ സേവനങ്ങളും ഒരു കുടക്കീഴിൽ അണിനിരത്തിയിരിക്കുകയാണ് ഇവിടെ. പ്രീമിയം കെയർ ഡ്രൈ ക്ലീനിംഗ്, പെർഫെക്റ്റ് ഫ്രഷ് സ്റ്റീം അയേണിംഗ്, ഡീപ് ക്ലീൻ ഷൂ ക്ലീനിംഗ്, ഫ്രഷ് ആൻഡ് സോഫ്റ്റ് ഹെൽമറ്റ് ക്ലീനിംഗ്, കർട്ടൻസ്, ബ്ലാങ്കറ്റ്സ് ആൻഡ് ഹോം ടെക്സ്റ്റൈൽ ക്ലീനിംഗ് തുടങ്ങിയ സേവനങ്ങൾക്ക് ഇമ്പോർട്ടഡ് മെഷീനറികളാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. പരിസ്ഥിതി സൗഹൃദവും ബയോഡിഗ്രേഡബിളുമായ ഗ്രീൻ സർട്ടിഫൈഡ് ഇമ്പോർട്ടഡ് സൊല്യൂഷൻസ് ആണ് ഇവിടെ ക്ലീനിങ്ങിനായി ഉപയോഗിക്കുന്നത്. ഡ്രൈ ക്ലീനിംഗ് ലൈവായി കാണാനുള്ള സൗകര്യവും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. 4 മണിക്കൂറിനകം സേവനം നൽകി ഡെലിവറി ചെയ്യുന്ന പ്രീമിയം എക്സ്പ്രസ് ഡെലിവറി, 3 ദിവസത്തിനകമുള്ള സ്റ്റാൻഡേർഡ് ഡെലിവറി എന്നിവ ഇവിടുത്തെ സവിശേഷതയാണ്. നിശ്ചിത അളവിൽ കൂടുതലുള്ള സേവനങ്ങൾക്ക് ഫ്രീ പിക്കപ്പ് ആൻഡ് ഡെലിവറി സൗകര്യവും ഒരുക്കിയിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങൾക്ക് 9037170592. ഇന്നത്തെ സ്വർണ്ണ നിരക്ക്. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. സ്വർണം ഗ്രാമിന് 13,450 രൂപ, പവന് 1,07,600 രൂപ.
TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് എനിക്കൊരു ബജറ്റുണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM Golden Diamonds, manufacturers and wholesalers. പള്ളിക്കുളം റോഡ്, തൃശൂർ. സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. ഒരിക്കൽ കൂടി പ്രധാന വാർത്തകൾ. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ പഴയ സ്വർണത്തിന് ഏറ്റവും ഉയർന്ന മൂല്യം. സ്വപ്നങ്ങൾ തിരിച്ചു പിടിക്കാൻ TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, MG റോഡ് തൃശൂർ, നിയർ ബസ് സ്റ്റാൻഡ് തൃപ്രയാർ. ദേശീയപാത പുതുക്കാട് ജംഗ്ഷനിൽ മേൽപ്പാലം നിർമ്മാണം ആരംഭിച്ചു. സർവീസ് റോഡിനുള്ള ഭൂമി നിരപ്പാക്കുന്ന പ്രവർത്തനങ്ങളാണ് തുടങ്ങിയത്. കൊടുങ്ങല്ലൂർ കോട്ടപ്പുറം കോട്ടയിൽ വിൽപ്പനയ്ക്ക് കൊണ്ടുവന്ന പഴകിയ ഇറച്ചി പിടികൂടി. ആരോഗ്യ വിഭാഗം നടത്തിയ പരിശോധനയിൽ പുഴുവരിച്ച 10 കിലോയോളം ഇറച്ചി പിടിച്ചെടുത്തു. കൈപ്പമംഗലം ചെളിങ്ങാട് ഈസ്റ്റ് ടിപ്പു സുൽത്താൻ റോഡിലെ യാത്രാ ദുരിതത്തിനെതിരെ നാട്ടുകാരുടെ വേറിട്ട പ്രതിഷേധം. റോഡിലെ വെള്ളക്കെട്ടിൽ കുളിച്ചും വഞ്ചിയിറക്കിയുമായിരുന്നു യുവാക്കളുടെ വേറിട്ട പ്രതിഷേധം. വാടാനി ഡാമിലെ ഹരിജൻ ഗിരിജൻ റിസർവോയർ ഫിഷറീസ് സഹകരണ സംഘത്തിന്റെ ബോട്ട് തകർത്ത നിലയിൽ കണ്ടെത്തി. പോലീസ് അന്വേഷണം ആരംഭിച്ചു. ഇതോടെ ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ.